യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി, മിക്ക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ലയഅ്കുലൂന അംവാലന്നാസി ബിൽ ബാത്തിലി, ജനങ്ങളുടെ ധനം അന്യായമായി ഭുജിക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവര് ജനങ്ങളെ തടയുകയും ചെയ്യുകയാണ്. എത്ര പ്രസക്താണ് ഈ ആയത്ത് പറയണത്. എവിടെയെന്ന് നിങ്ങൾ അതിന്റെ ശേഷം പറയുന്നത് ആയത്ത് തമ്മിലുള്ള ബന്ധം നോക്കൂ നിങ്ങൾ. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. സ്വർണവും വെള്ളിയും നിധിയാക്കി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി, എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, പ്രവാചകരെ അവർക്ക് നീ അല്ലാഹുവിങ്കിൽ നിന്നുള്ള വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അവരുടെ ആ സ്വർണവും വെള്ളിയും ഉണ്ടല്ലോ, അത് നരകത്തിൽ ചുട്ടു പൊള്ളിപ്പിക്കപ്പെടുകയും ചൂടാക്കുകയും ചെയ്യുന്ന, എന്നിട്ട് ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, അവരുടെ നെറ്റിത്തടത്തിലും അവരുടെ പാർശ്വഭാഗങ്ങളിലും അവരുടെ മുതുകിലുമെല്ലാം ആ നരകത്തിൽ ചുട്ടു പഴുപ്പിക്കപ്പെട്ട ആ സ്വർണവും വെള്ളിയും കൊണ്ട് ചൂട് വെപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് അന്നവരോട് പറയപ്പെടും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. സകാത്ത് കൊടുക്കാതെ, അല്ലാഹു നിശ്ചയിച്ച അവകാശങ്ങൾ നൽകാതെ നിധിയായി ശേഖരിച്ചു വെച്ച ആ ധർമ്മത്തുണ്ടല്ലോ, ആ ധനമുണ്ടല്ലോ, സ്വർണമുണ്ടല്ലോ, വെള്ളിയുണ്ടല്ലോ, കറൻസി ഉണ്ടല്ലോ, നിങ്ങൾ അതിന്റെ ആ സമ്പാദിച്ചതിതാ ആസ്വദിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ദിവസം. ഇത് മുടക്കുന്നത് ആരാന്നാ പറഞ്ഞേ? പണ്ഡിതന്മാരും പുരോഹിതന്മാരും.